ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈത്തൺ കോഴ്സിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തിനാണ് പൈത്തൺ പഠിക്കുന്നത്? ഇന്നത്തെ കാലത്ത് പൈത്തൺ ലാംഗ്വേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊക്കെ നമുക്കിന്നൊന്ന് പരിശോധിക്കാം. എന്താണ് പൈത്തൺ ലാംഗ്വേജിന് ഇത്രയും പോപ്പുലാരിറ്റി വരാനുള്ള കാരണം? പൈത്തൺ ലാംഗ്വേജ് ഈ അടുത്ത സമയത്താണോ ഡെവലപ്പ് ചെയ്തത്? അല്ല. പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജാവയ്ക്കും മുന്നെയാണ്. ജാവ 1995 ഡെവലപ്പ് ചെയ്തെങ്കിൽ പൈത്തൺ ഡെവലപ്പ് ചെയ്തത് 89 പിന്നെ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് പൈത്തൺ ഇത്രയും സ്വീകാര്യത വന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാം AI കാലഘട്ടമാണ്. AI കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വിർച്വൽ വേൾഡിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും എന്തിനേക്കാണ് ആശ്രയിക്കുന്നത്? സ്മാർട്ട് ഫോണിനെയും ലാപ്പിനെയും ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്. സാധനങ്ങൾ വാങ്ങിക്കുന്നതും അതേപോലെ കമ്മ്യൂണിക്കേഷൻസും എല്ലാം വിർച്വലിയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ ഈ ഡേറ്റകളെല്ലാം കൈകാര്യം ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും എല്ലാം നമുക്ക് നല്ലൊരു കോഡിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യകത വന്നു. നമുക്ക് C അറിയാം, CPP അറിയാം, ജാവ അറിയാം. ഈ ലാംഗ്വേജിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഫയൽസുകളും ഒരുപാട് എക്സ്ട്രാ കോഡിങ്സും യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ എന്നൊരു വാക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? C ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ #include_stdio.h conio.h അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി പ്രിന്റ് കൊടുത്ത് അത്രയും ലൈൻസ് എഴുതണം. CPP ആണെങ്കിലും ഏകദേശം ഇത്രയും തന്നെ വരും. അതിനകത്ത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിനകത്ത് stdio.h പകരം string.h എഴുതി പിന്നെ cout എഴുതി അങ്ങനെ പോകും. ജാവയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ കുറേ ലൈൻസും കൂടെ ഉണ്ട്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് ഡോട്ട് എല്ലാം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ നീട്ടി എഴുതേണ്ടി വരും. അതേസമയം പൈത്തണിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പൈത്തണിൻ്റെ വിൻഡോ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഹലോ എന്ന് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. 4-5 ലൈൻ ഓഫ് കോഡ് എഴുതുന്ന സ്ഥാനത്ത് നമ്മളൊരു സിംഗിൾ ലൈനാണ് എഴുതുന്നത്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ അനലിറ്റിക്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഡ് എഴുതുന്ന പ്രോഗ്രാമേഴ്സ് ആയാലും സയൻറ്റിസ്റ്റ് ആയാലും റിസർച്ചേഴ്സിനായാലും ഈ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിന് പകരം ഒരു സിംപ്ലിഫൈഡ് ലാംഗ്വേജിൻ്റെ ആവശ്യകത വന്നു. അവിടെയാണ് ഈ പൈത്തണിൻ്റെ ഒരു സ്വീകാര്യത പെട്ടെന്ന് വർദ്ധിച്ചത്. ഇപ്പോൾ പൈത്തൺ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, AI, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന FB ആയാലും യൂട്യൂബ് ആയാലും അതേപോലെ തന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ, നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റുകളില്ലേ, അതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താണ്, ഹ്യൂജ് ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളിപ്പോൾ ഒരു ഓൺലൈനിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ, ഒരു വെബ് ക്യാം ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആവട്ടെ, ഒരു വാച്ച് ആവട്ടെ, ഒരു സാരി ആവട്ടെ, ഷർട്ട് ആവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു പർട്ടിക്കുലർ ഐറ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നെറ്റിൽ സെർച്ച് ചെയ്ത് ഓക്കെ, നമ്മളത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇൻസ്റ്റയോ FBയോ എങ്ങാനും എടുത്തിട്ട് വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇതേ ഫീഡ് നമുക്ക് വീണ്ടും വരും. സിമിലർ ആയിട്ടുള്ള ഐറ്റത്തിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വീണ്ടും വരും. ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ സംഭവിക്കുക? ഇവിടെയും നമ്മളുടെ സെർച്ച് ഡേറ്റ ഈ മെഷീൻസ് എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണ്ടുന്നത്, നമ്മൾ എന്താണ് ഇത്രയും നേരം തിരഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് ഏത് ഡേറ്റയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആവശ്യം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് സ്റ്റഡി നടത്തിയിട്ട് അതൊരു ഡേറ്റ മൈനിങ്ങും പാറ്റേൺ ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അതൊരു കൺക്ലൂഷനിലെത്തും എന്താണ് നമുക്ക് വേണ്ടെന്നുള്ളത്. വീണ്ടും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഈ കിട്ടിയ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വീണ്ടും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡിന് പകരം വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പൈത്തൺ ലാംഗ്വേജുകൾ സയൻറ്റിസ്റ്റുകളും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും അഡാപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് എന്തിനുണ്ട്? പൈത്തൺ ലാംഗ്വേജ് പഠിക്കുന്നതിനകത്തുണ്ട്. മറ്റൊരു പ്രത്യേകതയുണ്ട്. പൈത്തൺ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീവിയസ് കോഡ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു ബിഗിനേഴ്സിന്, അതായത് കോഡിങ്ങിനെ പറ്റിയിട്ട് യാതൊരു മുൻ പരിചയമില്ലാത്ത ഒരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ പഠിക്കാൻ പറ്റും. ബേസ് ലെവൽ തൊട്ട് നമ്മൾ കേട്ട് അതേപോലെ പ്രാക്ടീസ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കോഡുകൾ ചെയ്ത് ചെറിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് മാക്സിമം
എക്സ്പേർട്ട് ആവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 5-6 ലൈൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ലൈബ്രറീസ് ഒക്കെ ഉണ്ട്, പ്രീ റിട്ടൺ ആയിട്ടുള്ള കോഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് അത് റീയൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ച് എഴുതി കൊടുക്കണ്ട. ഇതൊക്കെയാണ് പൈത്തണിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എയിം എന്താണെന്നുള്ളത് നമ്മൾ അത് ആദ്യമേ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കണം. ഡാറ്റാ സയൻസിലാണോ, അല്ലെങ്കിൽ AI ഡെവലപ്മെൻറ്റിലാണോ, ഗെയിം ഡെവലപ്മെൻറ്റിലാണോ, എന്താണോ നമുക്ക് താല്പര്യം ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പൈത്തൺ പഠിക്കാനായിട്ട് തുടങ്ങാം.